തുല്യ ത്രികോണം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും ത്രികോണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് ത്രികോണം പറയോ? അതെ, മൂന്ന് വശങ്ങളുള്ള അതിന്റെ നിർമ്മിച്ചമാണ് എന്ത് ത്രികോണം. എല്ലാവരും ഓക്കെ. അപ്പം തുല്യ ത്രികോണങ്ങൾ എന്താണെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. ഓക്കെ, ടീച്ചർ രണ്ട് ത്രികോണങ്ങൾ വരയ്ക്കുകയാണ്. അതിന് ത്രികോണത്തെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ത്രികോണത്തിന് ഓക്കെ, ഞാൻ ഇനി ഓരോ വശങ്ങൾക്കും കൊടുക്കണം. നമ്മൾ ഇതിൽ നിന്ന് തുല്യ ത്രികോണം എന്താണ് പറയാൻ പോവാണ്. അപ്പൊ ടീച്ചർ എ ബി എന്ന് പറയുന്ന വശം എടുത്തു. എ ബി എത്രയാണ്? 7 സെന്റിമീറ്റർ. അപ്പം എ ബിക്ക് തുല്യമായ ഒരു വശം ഇതിൽ നിന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അതിനൊന്ന് പറഞ്ഞേ. ഡി എന്താണ് പറയാൻ കാരണം? 8 സെന്റിമീറ്റർ. ശരിയാണോ? എല്ലാവരും കൈയെടുത്തിട്ട് പറഞ്ഞിരിക്കുക. അതിന് തുല്യമായ വശമാണ് ഡി. ഇനി എ സി എത്രയാണ്? 5 സെന്റിമീറ്റർ. വെരി ഗുഡ്. എ സിക്ക് തുല്യമായ ഒരു വശം ഇവിടെ പറയാൻ കഴിയുമോ? പറയാൻ കഴിയുമോ? വെരി ഗുഡ്. ഇരുന്നോ? ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? ബി സി. ബി സിക്ക് തുല്യമായ വശം എന്താണ്? 8 സെന്റിമീറ്റർ. അതിന് തുല്യമായ വശം പറയുക. ഡി എഫ്. വെരി ഗുഡ്. എല്ലാവരും കൈകൊടുത്തേ. അപ്പം നമ്മൾ രണ്ട് ത്രികോണങ്ങൾ വരച്ചു. അതിന് വശങ്ങളെല്ലാം അടയാളപ്പെടുത്തി അത് തമ്മിലുള്ള ബന്ധവും കാണും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് എന്താണ്? തുല്യമാണ്. നമുക്ക് പറയാം വശങ്ങൾ മാത്രമാണ് ഉള്ളത് ത്രികോണത്തിന്? അല്ല, എന്തുണ്ട്? കോണുകളുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇനി കോണുകൾ ടീച്ചർ അടയാളപ്പെടുത്തണം. ഒരു ത്രികോണത്തിൽ 2 കോൺ അടയാളപ്പെടുത്തി. മൂന്നാമത്തെ കോൺ ആർക്കെങ്കിലും പറയുക. ആരും പറയാൻ പറ്റുമോ? ആംഗിൾ സി. അത് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? 40, 100. വെരി ഗുഡ്. എല്ലാവരും കൈയ്യെടുത്തേ. എന്താണ് പറയാൻ? വെരി ഗുഡ്. എല്ലാവരും ഓക്കെ. ഇനി ടീച്ചർ ഇതുപോലെ ഇവിടെ അടയാളപ്പെടുത്തണം. ടീച്ചർ കോണുകൾ അടയാളപ്പെടുത്തി. ഇനി എ ബിക്ക് എതിരായ കോൺ എത്രയാണ്? ആദ്യത്തേനകത്ത് എത്രയാണത്? 100 ഡിഗ്രി. അതുപോലെ തന്നെ ഇവിടെ ബിക്ക് എതിരായ കോൺ ഏതാണ്? അതെത്രയാണ്? ഇനി അടുത്തത് എ സിക്ക് എതിരായ കോൺ ഏതാണ്? ആംഗിൾ ബി. അതെത്രയാണ്? ആംഗിൾ 40. ഇനി അതുപോലെ തന്നെ
ഇ എഫിനെതിരായ കോൺ എത്രയാണ് ഇവിടെ? പറയൂ. ഓക്കെ, എത്രയാണത്? 40. എല്ലാവരും അശ്വതിക്ക് കഴിഞ്ഞിട്ട്. ഓക്കെ, പിന്നെ അടുത്ത ഏതാണ്? ബിസിക്കെതിരെ കോൺ എന്താണ്? ആംഗിൾ. ഇവിടെ എത്രയാണ് ആംഗിൾ? ഇവിടെ ഡി എഫ് എതിരായ കോൺ എന്താണ്? ആംഗിൾ. അതെത്ര? 40 ഡിഗ്രി. വെരി ഗുഡ്. ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? മൂന്ന് ത്രികോണത്തിന് ഒരു ത്രികോണത്തിന് 3 വശങ്ങൾ, മറ്റൊരു ത്രികോണത്തിന് 3 വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ആ 3 വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്താണ്? തുല്യമാണ്. അതാണ് എന്ത്? തുല്യകോണം. ടീച്ചർ വേറൊരു ത്രികോണം വയ്ക്കാം. ഈ ത്രികോണത്തിന്